ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പാഷൻ എക്സ്പ്രോ ആണ് വണ്ടി. കുറച്ച് നാൾ ഉപയോഗിക്കാണ്ട് വണ്ടി കയറ്റി വെച്ചായിരുന്ന വണ്ടിയാണ്. അതും പ്രകാരം കുറച്ച് കംപ്ലയിൻസുകൾ വണ്ടിക്ക് ഉണ്ടായിരുന്നു. വണ്ടി സ്റ്റാർട്ടാവാതെയാണ് വണ്ടി കൂട്ടുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററൊക്കെ നല്ലോണം തുരുമ്പ് കയറി ബ്ലോക്കായിരുന്നു. കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് അഴിക്കുന്ന സമയത്ത് കാർബറേറ്ററിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം തുരുമ്പിൻ്റെ പ്രസൻസ് കണ്ടതും പ്രകാരം ടാങ്കൊക്കെ നമ്മൾ അഴിച്ചു നോക്കി. ടാങ്കിലൊക്കെ ഫുള്ള് തുരുമ്പാണ്. അപ്പോൾ എന്നാലും നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. കാർബറേറ്ററിനകത്ത് നമുക്ക് ഓൾറെഡി പെട്രോൾ കിടന്നിട്ട് ചെറിയൊരു മെൽറ്റിങ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെക്കണ സമയത്ത് പെട്രോൾ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും കാർബറേറ്ററിൻ്റെ ഈ കറുത്ത അടിയിലത്തെ പൈപ്പ് വഴി പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കാർബറേറ്റർ ഓൾറെഡി കുറേ അങ്ങനെ ഇരുന്നിട്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയേക്കണമെന്നുള്ളൂ. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഫ്യൂൽ കോക്ക്, അതായത് പെട്രോൾ ടാപ്പ് നമ്മൾ മാറ്റി പുതിയതായിട്ടാണ്, പൈപ്പ് പുതിയതായിട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടുണ്ട്, എൻജിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ചു നോക്കി, നല്ല ഫിൽറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ ബ്രേക്കിൻ്റെ കേബിൾ, ക്ലച്ചിൻ്റെ കേബിളൊക്കെ നമുക്കൊന്ന് മാറ്റിയിടണം. കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ആണ്, ചെറുതായിട്ട് അടിയുണ്ട്. തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റൊക്കെ മാക്സിമം വലിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്താലൊന്നും കിട്ടില്ല, സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പെൻഡിങ് നിർത്തിയാണ്. 2023 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. ഫുൾ ഡെഡായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അയച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അറിയില്ല കിട്ടുമോ എന്നുള്ള ദിവസം. കിട്ടിയാലോ ഓക്കെ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അതൊരവസ്ഥ ബാറ്ററിയുടെ. അപ്പോൾ അത് വേറൊരു ബാറ്ററി വെച്ചിട്ട് നമ്മളതിൻ്റെ സെൽഫൊക്കെ ചെക്ക് ചെയ്തു. സെൽഫ് മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീടായാലും ബാറ്ററി കംപ്ലയിൻ്റ് ആണെങ്കിൽ ബാറ്ററി ഒരെണ്ണം മാറ്റി പുതിയത് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ആക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ ചെയ്യുക. പിന്നെ ചേസിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഭാഗത്തൊക്കെ മൊത്തം തുരുമ്പാണ് ഈ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ സീറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് ഓപ്പണായിട്ട് ഇതേപോലെ തന്നെ കവറൊക്കെ കയറ്റിനേക്കാളുമ്പോൾ ഒന്ന് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം ആ വലിയ തുരുമ്പുള്ള ഭാഗങ്ങൾ മൊത്തം തുരുമ്പായിരിക്കും. ഇതിൻ്റെ ചേസിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പ് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ വലിയ തുരുമ്പുള്ള ഭാഗങ്ങൾ വലിയ വൃത്തികേടില്ലാത്ത രീതിയിൽ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാം. മറ്റേപാട് പ്രൊഫഷണലായിട്ടുള്ള ടച്ചിങ് അടക്കം അതൊക്കെ പെയിൻറ്റ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യേണ്ട കേസാണ്. നമ്മൾ ആ തുരുമ്പ് കയറി അത് നശിച്ചു പോകാതിരിക്കാനായിട്ടൊരു കോട്ടിങ് നമ്മൾ കൊടുത്തിട്ടേക്കാം കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ്, കോൺസെപ്റ്റ്, ബാറ്ററിയുടെ കേസൊക്കെ പിന്നീട് ചെയ്യേണ്ടതായിട്ട് വരും. തൽക്കാലം നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടേക്കണേ. ബാക്കിയത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രകാരം നമുക്ക് ചെയ്യാം. പരമാവധി നമുക്ക് ഇന്ന് തരാൻ പറ്റുമെന്നുള്ളത് ശ്രമിക്കാം. അതല്ലെങ്കിൽ തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ സെറ്റാക്കാം. ഓക്കെ.